ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നിതാ നമ്മുടെ ഇന്ന് എത്രാമത്തെ നോമ്പാണ്? ഇന്ന് 7ാമത്തെ നോമ്പാണ്. ഓ, 7 നോമ്പായല്ലേ? എത്ര പെട്ടെന്നാ നോമ്പ് പോകുന്നത്. തുടങ്ങുന്നു പറഞ്ഞത് ഓർമ്മയുണ്ട്. തുടങ്ങിയിട്ട് ഇപ്പൊ 7 നോമ്പായി. ഓക്കെ, അപ്പൊ ഇന്നത്തെ നോമ്പിന് ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്താണത്? നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് വീട്ടിലേക്ക് വരുന്നുണ്ട്. യാ, ഇന്ന് നോമ്പ് തുറക്ക് ഇഫ്താറിന് ഒരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ. ആ ഗസ്റ്റിനെ നിങ്ങൾക്കെല്ലാം അറിയും, പക്ഷെ നമ്മളിപ്പോ പറയില്ല. ഓക്കെ, അപ്പൊ ഗസ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഗസ്റ്റിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ടു ബി ഓണസ്റ്റ്, സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇപ്പം എന്താണ് പാച്ചുവിൻ്റെ അടുത്തുള്ള എൻ്റെ ഇഷ്ടവും എപ്പോൾ തുടങ്ങിയതും ഞാൻ എല്ലാം ഷെയർ ചെയ്തതും ഒക്കെ ഒരാളാണ്. അപ്പം അത്രയും എനിക്ക് സ്പെഷ്യലായിട്ട് ഒരാളാണ് വരുന്നത്. നമ്മളെ മാരേജ് കഴിഞ്ഞിട്ട് 1 മന്തായി. സോ ആഫ്റ്റർ 1 മന്ത് ആ സ്പെഷ്യൽ ആൾ നമ്മളെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പം ആ സ്പെഷ്യൽ ആൾക്ക് ഞാൻ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് കിച്ചണിലേക്ക്. എനിക്ക് വയ്യ, ഇന്ന് മഴ പെയ്യും. പച്ചുക്ക തണുക്കുന്നുണ്ടോന്ന്? ഇത്ര നേരം വെള്ളത്തിരുന്നിട്ട് തണുക്കുന്നില്ല? കുറച്ച് ചിക്കൻ വെള്ളത്തിലിട്ടിട്ട് തണുക്കുന്നില്ല? ഉരച്ചു കഴിക്കോ? അങ്ങനെ കുക്കിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ഗൈസ്. ഉണ്ടാക്കി ചിക്കനൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കുകയാണ്. സോ എന്താണ് ഇന്ന് ചിക്കനൊക്കെ വെച്ചിട്ടൊരു സ്പെഷ്യൽ? അതൊരു സസ്പെൻസ് ആണ്. അതെ, അതല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയോ എന്താ ഉണ്ടാക്കിയത്. ഓക്കെ, എനിവേ ഇതുവരെ കുക്ക് ചെയ്ത് തന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ ആവുമെന്ന് വിചാരിക്കണു. അതെ, വെറും ഒരു ഓംലേറ്റ് മാത്രമല്ല കേട്ടോ. എനിക്ക് ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസും പിന്നെ എന്തൊക്കെയൊരു സ്നാക്സ് പോലത്തെ ഐറ്റംസും, ബ്രെഡ് പുഡിംഗ്, അത് അറബിക് ബ്രെഡ് പുഡിംഗ് ഡാം ഗുഡ്. അങ്ങനെ പരീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ ഇതുവരെക്കും 1 സക്സസ് ആണ്. അല്ല, ഉണ്ടാക്കി തന്നതിന് താങ്ക് യു. അപ്പൊ അതുപോലെ തന്നെ ഇതും ഗംഭീരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ കുക്കിംഗ് പരിപാടിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി എന്താന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ സാധനങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? ഈ സാധനം വരുന്നത് ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. മറ്റേ കുഞ്ഞു പിള്ളേർക്ക് കളിപ്പാട്ടം കൊടുത്തിട്ട് അവർ ഓപ്പൺ ചെയ്യാൻ പോലും. അടിപൊളി സാധനം.
ഇഷ്ടപ്പെട്ടത് ഇതാ. ഇത് ഇഷ്ടപ്പെടുള്ളൂ. എനിക്കാണ് ഈ ഫോട്ടോസും ഈ വീടൊക്കെ ഡെക്കോർ ചെയ്യുന്ന ക്രേസ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. വേറെ ഇൻസ്പിറേഷൻ നോക്കാം. അപ്പോൾ ഗൈസ് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ ഇട്ട് പൊട്ടിച്ച് ഭയങ്കര സുഖമായിട്ട് എല്ലാം വലിച്ച് കീറി പൊട്ടിച്ചല്ലേ. അവിടെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്ന ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സ് വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് മറ്റേ നമ്മളുടെ ഈ ഫോട്ടോ ഫ്രെയിംസ് തന്ന ആളുടെ ഇൻസ്റ്റാ ID is ക്രാഫ്റ്റ് ബൈ ഷാനി എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ സെൻഡിങ് ദിസ്. നല്ല അടിപൊളി ഫ്രെയിംസും നല്ല ക്വാളിറ്റിയും ഉണ്ട്. ആൻഡ് നിങ്ങൾ കണ്ടുപോലെ അതിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ. ഇറ്റ് വാസ് റിയലി ഗുഡ്. കുറച്ച് വീട് സെറ്റാക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ചിക്കൻ അവിടെ ആണെങ്കിൽ മസാലാസൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഹോളൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആളെ പോയി കൂട്ടിയിട്ട് വരാം. കാരണം കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. സോ ഹാപ്പി. എനിക്കെന്ത് എക്സൈറ്റ്മെന്റ്. ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ എക്സൈറ്റഡ് ആവാ. അറിഞ്ഞോണ്ടിട്ടതാ. ഞാൻ ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. എന്താണ് ഫ്രണ്ടിനെ അടുത്തൊന്നും പറയാനില്ലേ? ഓക്കെ ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ഓക്കെ ഫൈൻ ഫൈൻ. നല്ല കാറ്റും. ഓക്കെ ഗൈസ്, അവരുടെ മീറ്റിംഗ് ഭയങ്കര ഇമോഷണലായി. അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഞങ്ങള് ബ്ലൂ ആൻഡ് ബ്ലൂ. ഞാൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, അങ്ങനെ ഇതാ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാണ് ഐശ്വര്യമായിട്ട്. ഓക്കെ, ഇന്ന് അപ്പം പുതിയ ഗസ്റ്റ് ഉണ്ട്, ഹെൽപ്പർ. എങ്ങനെയുണ്ട് കുറെ നാൾ ഫ്രണ്ടിനെ കണ്ടിട്ട് ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്? യാ, ഇത്ര നേരം കത്തിയടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഓക്കെ, തുടങ്ങാല്ലേ? ചിക്കൻ ഫ്രിഡ്ജില് പിന്നെ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ മിച്ചത് അതാണ്. നമ്മൾ എല്ലാരും കൂടെ കൈയിട്ട് ഒരു കഴിക്കൂലേ, ഓർമ്മ ഉണ്ടാക്കിട്ട്. ഷൂട്ട് ആയിട്ട് ഡെയിലി നമുക്ക് സ്വിഗ്ഗി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. മറ്റേ സ്വിഗ്ഗി ഇൻസ്റ്റമായിട്ട് ലേസ് വാങ്ങിച്ച് കഴിക്കണം. എന്താണ് നീ സ്കെയിലൊക്കെ വെച്ചിട്ട് സൈസൊക്കെ എടുത്ത് സ്കെയിലൊക്കെ വെച്ച് അളന്ന് മുറിച്ചൊക്കെയാണ് ഉള്ളി കട്ട് ചെയ്യണത്.
അതെ ഇന്നത്തേക്കുള്ള ഫുഡ് ആട്ടോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള എനിക്ക് ആ വീഡിയോ കാണാൻ നിങ്ങൾ കട്ടി. ഇവിടെ ഒരാള് കരഞ്ഞു തുടങ്ങി, ഭയങ്കര ഇമോഷണലായി. നിങ്ങൾ വിചാരിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ കണ്ട കരച്ചിലാണ്. അല്ല, ഉള്ളി കട്ടേച്ച കരച്ചിലാണ് ഗൈസ്. പണ്ട് നമ്മൾ വ്ലോഗ് എടുത്ത് ഓർമ്മയുണ്ട? ഇന്നും അത് എന്റെ ഫോണിൽ കിടപ്പുണ്ട്. എത്ര വ്ലോഗാ നമ്മൾ എടുത്തത്. എന്നിട്ട് ഒന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ. എന്റെ അമ്മ കണ്ട ചങ്ക് വെട്ടി ചാവും. അവള് തറയിൽ കിടക്കിട്ട് കുപ്പ പോലും എടുത്ത് ഇനി എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? ഞാൻ പറഞ്ഞില്ലല്ലോ പോവാൻ. കേട്ടില്ല. സഞ്ജു, ലച്ചു, സ്വാതി, പാരല യൂണിവേഴ്സ്. സത്യം പറഞ്ഞാൽ മീഡിയത്തിൽ നമ്മൾ കുറെ സാധനങ്ങളൊന്നും അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. റിയൽ ആയിട്ടായിരുന്നല്ലേ നിങ്ങളുടെ റൊമാൻസ് ആയാലും. അതിപ്പോ ആൾക്കാരെ പറയുന്നുണ്ട്. എന്താ പറയോ, പണ്ട് ഇവരുടെ നോട്ടം കാണുമ്പോഴേ തോന്നി. അതിനൊക്കെ അർത്ഥം ഇപ്പഴാ മനസ്സിലാവണേ. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? പണ്ട് പറയുമായിരുന്നു ഞങ്ങൾക്ക് കെമിസ്ട്രി ഇല്ല അപ്പൊ എനിക്കിത് കുറക്ക വിളിച്ച് പറയണോ. പക്ഷെ നടക്കാത്ത സാഹചര്യമായി. അല്ല, അത് മാത്രമല്ല, എന്താ ഞങ്ങളുടെ ബോണ്ടിങ് ആയിരുന്നല്ലോ. എത്ര സീന് ഗ്ലിസറിൻ ഇല്ലാതെ കരഞ്ഞു. അല്ലടാ ഇത് ഇങ്ങനെയൊക്കെ തന്നെ എരിയാനുള്ളത്. ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുമ്പോൾ ഇതാണ് റിസൾട്ട്. തിന്നുന്നതിലായിരിക്കും. ഇവിടെ ഒരാളുണ്ട്. എത്ര കണ്ടിരിക്കുന്നില്ലേ? Guys, guest number 2 on stage. ഞങ്ങളിവിടെ ഓയിൽലെസ് തിങ്സ് ആണ്. അപ്പൊ ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. കുറച്ചെടുത്ത് മാറ്റട്ടെ. ബോംബിടാണ് നീ. മാറിക്കേ പോയിട്ട്. അയ്യോ 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 ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവ. ഇത് ഏതാ സ്ഥലം? എന്ത് തോന്നുന്നു കുക്കിംഗ് കണ്ടിട്ട്? നെഞ്ചിലൊരു കഴിക്കാനുള്ള ആർത്തി കൊണ്ടാ. അങ്ങനെ ഫൈനലി മാസ്റ്റർ പീസ് ഐറ്റമായ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കാം. അല്ല, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കാം. ഓ ഗൈസ്, ഇതാണ് ഇവളുടെ സ്പെഷ്യൽ അറബിക് പുഡിംഗ്. അറബിക് ബ്രെഡ് പുഡിംഗ്. ഇങ്ങനെ ഞങ്ങളുടെ നോമ്പ് തര ഡിഷസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ?
ഞാൻ പുഡിംഗ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ മാത്രമേ മധുരം കുറവാണ്, ഇത്രേ പറയാം. ഫ്ലോപ്പ് ആയിരുന്നില്ല നിന്റെ സെലക്ഷൻ. ബാക്കി വന്ന ഫുഡൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോകുന്നുണ്ട്. എന്താണെങ്കിലും ഗൈസ് എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോകുന്നുണ്ട്. എന്താണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് എന്തെങ്കിലും തരുമ്പോഴത്തേക്ക് നീയാണ് മറ്റേ ഇത് വഷളാക്കണേന്ന് അറിയാം എൻ്റെ അടുത്ത്. അപ്പൊ എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ട് മീറ്റപ്പ്? ഓക്കെ അല്ലേ? നീ പറ. എനിക്ക് അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഫുഡൊക്കെ എങ്ങനെയാണ്? കുറച്ച് നല്ല ശരിക്കും പറയട്ടെ, ഞാൻ വിചാരിച്ച പോലെയല്ല, നന്നായിട്ട് കുക്ക് ചെയ്തു. ബാക്കി ഞാൻ നാളെ രാവിലെ ഇന്നിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ പരീക്ഷണമായിരുന്നു എന്നിൽ. എങ്ങനെയുണ്ടായിരുന്നു മച്ചു? അപ്പോൾ ഓക്കെ, നോമ്പ് തുറ വളരെ ഗംഭീരായിരുന്നു. പരീക്ഷണ സാധനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ബാക്കി ഇവള് പറഞ്ഞ പോലെ രാവിലെ അറിയാം. ഇല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആണെന്ന് പറയില്ല, നമ്മളെ മാസ്റ്റർ ഷെഫ് ആയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഓൾ സെറ്റ്. നമുക്കൊന്ന് താഴെ വരെ പോയിട്ട് വരാം. ആഹാ, പ്ലോട്ട് ട്വിസ്റ്റ്. യുവർ രാജകുമാരൻ. ശരിയാ, ലച്ചുന്റെ രാജകുമാരൻ കുതിരപ്പുറത്ത് വരുന്നു. സഞ്ജുന്റെ സ്വാതി പറന്നു വരുന്നു. അല്ല, പറന്നു പോയി ചവിട്ട്